കഴിഞ്ഞ 2 ദിവസമായി ഉറക്കം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് കോന്നാട്ട് തീരദേശവാസികൾ. 14 വർഷം പഴക്കമുള്ള കടൽഭിത്തി തകർന്നു. പോകാൻ മറ്റൊരിടമില്ലാത്തതിനാലാണ് പലരും ഇവിടെ തന്നെ താമസിക്കുന്നത്. തീരെ വയ്യത് പുറത്തിറക്കാൻ പറ്റില്ല. ശരിക്കും മക്കളെ വരെ വളർച്ചക്കുറവുള്ള കുട്ടികളാണ്. എന്നിട്ട് ഈ തണുപ്പടിച്ച് ഞങ്ങൾക്ക് നിവർത്തിയില്ലാത്തതിനെ കൊണ്ട് കിടക്കുന്നത്. അവിടെ സർക്കാരൊന്നും ഇതൊന്നും കാണുന്നില്ലേ. രാത്രി ആകുമ്പോൾ ഉറങ്ങാൻ പറ്റില്ല. 4 ദിവസം ആയിപ്പം രാത്രി ഉറങ്ങിയിട്ട്. കല്ല് കുലുങ്ങുമ്പോൾ വീടും കുലുങ്ങുക. എപ്പോഴാ വിട്ടൊക്കെ മേല് വീഴാന്നുള്ള പേടിക്കാണ് ഞങ്ങൾ കുത്തിയിരിക്കുന്നത്. കടൽക്ഷോഭത്തെ തുടർന്ന് 30 മീറ്ററോളം കരയിലേക്ക് കടൽ കയറി. പലയിടത്തും കടൽഭിത്തികൾ തകർന്നിട്ടുണ്ട്. ശക്തമായ തിരയിൽ മത്സ്യത്തൊഴിലാളികളുടെ വലകൾ ഒലിച്ചുപോയി. 100-200 കിലോ വല അത് കടൽക്ഷോഭം ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പോകുന്ന സമയത്ത് നമുക്കത് പിടിക്കാൻ കഴിയുന്നില്ല. പിന്നെ ഷെഡുകൾ ഫുള്ളായിട്ട് നഷ്ടപ്പെട്ടു പോയി. അതിനകത്ത് ഇനി ഒന്നും കിട്ടാനില്ല. അത് ഇവിടെ എല്ലാവരും കണ്ടതാണ്. ഇവിടെ ഫുള്ള് കല്ലിട്ടതൊക്കെ ഇടിഞ്ഞ് കിടക്കുകയാണ്. പിന്നെ ഭയങ്കര ഭീഷണിയിലാണ്. കുട്ടികൾക്കൊന്നും പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. പ്രദേശത്തുള്ളവരെ പുനരധിവസിപ്പിക്കാൻ സർക്കാർ അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. മീഡിയ 1 കോഴിക്കോട്.